ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു ഫാം കാണാൻ വന്നേക്കാണ്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ അണ്ടൂർ കോണത്തുള്ളത്. വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ്സ് ഡ്രൈവ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇജാസിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇജാസിനെ ഫോണിൽ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ടാണ് ഞങ്ങൾ. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതെ തീർച്ചയായിട്ടും. ഫോണിലൂടെയുള്ള പരിചയമാണ്, കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ഇജാസിനെ ഒന്ന് മീറ്റ് ചെയ്യണം, പിന്നെ ഫാമൊന്ന് കാണണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് ഇജാസിനെ പറ്റി തന്നെ പറയുള്ളൂ. ഓക്കെ, എൻ്റെ ഫാമിംഗ് ലൈഫിനെ പറ്റി പറയാം. കാരണം ബൈ പ്രൊഫഷണൽ ട്രെയിനിങ് ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇതിന് മുന്നേ സോളർ സിസ്റ്റംസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വെളിയിലായിരുന്നു. പിന്നെ കുറച്ച് കാലം കപ്പലിൽ, അങ്ങനെ കുറച്ച് പല ഫീൽഡുകൾ മാറി അവസാനം കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടുള്ള ഒരു ബിസിനസ് വെഞ്ചറിലോട്ട് വന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ബിൻ 6 years സിൻസ് ഐ സ്റ്റാർട്ടഡ് ദിസ് ജേർണി. അപ്പോൾ തുടങ്ങിയപ്പം സന്തോഷേട്ടനെ പോലെ തന്നെ ഞാൻ ആക്ച്വലി ഹൈഡ്രോപോണിക്സ് കമേഴ്ഷ്യലി ഇന്ത്യയിൽ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വിഷനും മിഷനും ഒക്കെ ആയിട്ടാണ് നാട്ടിൽ വരുന്നത്. പക്ഷേ ആസ് ലക്ക് വുഡ് ഹാവ് ഇറ്റ് ഓർ ആസ് ലക്ക് വുഡ് ഇൻ ഫേവർ ഇറ്റ്, അതിൽ നിന്നൊക്കെ കുറച്ച് മാറി ഹൈഡ്രോപോണിക്സ് എൻറ്റയർലി ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിലും കുറച്ച് ഒരു എൻട്രി ലെവൽ ഹൈഡ്രോപോണിക്സും അറ്റ് ദ സെയിം ടൈം കമേഴ്ഷ്യൽ സേഫ് ടു ഈറ്റ് ഫുഡ് കൾട്ടിവേഷനിലോട്ട് കയറി. ആൻഡ് വി ഓൾസോ അതായത് എന്താ പറയുക, ആ ലേണിംഗ് കർവ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ഈ ഡൊമൈനിലല്ലാത്തതുകൊണ്ട് ഒരുപാട് വീഴ്ചകളുണ്ടായി സ്റ്റാർട്ടിങ്ങിൽ. അതിനെ നമ്മൾ ലേണിങ്സ് ആക്കി മാറ്റി പ്രോജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രോജക്റ്റായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ ആയാലും ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ഷൻ ആയാലും ക്രോപ്പ് മാനേജ്മെൻ്റ് ആയാലും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഓൾ ദ വേ ടിൽ ഷൊർണൂർ നമ്മൾ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ഡു ആസ് എ കമ്പനി. ഇപ്പോൾ ഇത് എത്ര വർഷമായിട്ടുണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട്? അറൗണ്ട് 6 years ആൻഡ് കൗണ്ടിങ്. 6 years ആൻഡ് കൗണ്ടിങ്. ഇപ്പോൾ 1, 2, 3 ഫാം നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര ഏരിയ ഉണ്ടാവും? 5 + 1 + 1.8 7.8 acres. പ്യുവർലി സേഫ് ടു ഈറ്റ് പച്ചക്കറി മാത്രമാണ് ഇജാസ് ചെയ്യുന്നത്. അതും ഫ്രൂട്ടിംഗ് ഉണ്ട്, ലീഫ് വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് ഇജാസ്. സോ നമ്മൾ ചെയ്തേക്കുന്നത് 9 types നമ്മുടെ പ്ലാനിലുള്ളത്. കറൻ്റ്ലി 8ലാണ് റൺ ചെയ്യുന്നത്. ഒരു ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്യണം, പപ്പായ. സോ അതിൻ്റെ പ്ലാന്റിങ് തുടങ്ങിയിട്ടില്ല, ബട്ട് അതിനുള്ള ലാൻഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അതും കൂടെ ആകുമ്പോൾ വിൽ ഡു 9 vegetables or 1 fruit. അതാണ് പ്ലാൻ. അതിൽ ചീര, ഗ്രീൻ, റെഡ്, ടൊമാറ്റോസ്, ലേഡീസ് ഫിംഗർ, പയർ, പിന്നെ കൊറിയാൻഡർ, ക്യുക്കംബർ, സ്പിനച്ച് ആൻഡ് അൾട്ടിമേറ്റ്ലി പപ്പായ. ഇത്രയും സാധനങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഫോർ എ ജെന്യുവൻ റീസൺ ദാറ്റ് ടു നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ കമേഴ്ഷ്യലി വയബിളായിട്ട് പോസിബിൾ ആയിട്ടുള്ള ക്രോപ്സ് മാത്രം. എക്സോട്ടിക്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് ഇവൻച്വലി ഇഫ് ലക്ക് വുഡ് ഫേവർ ആൻഡ് ടൈം വുഡ് ഫേവർ, യെസ്. ബട്ട് ഫോർ നൗ ഇത്രയും കാര്യങ്ങളിൽ വി ആർ കോൺഫിഡൻറ്റ്, വി ആർ ഡൂയിങ് ഇറ്റ്. ബ്രോഡ്ലി നമ്മുടെ ഫാമിൽ നമ്മുടെ മെയിൻ ഫാംസൊക്കെ, അതായത് നമ്മുടെ കോവർക്കിംഗ് സ്പേസും നമ്മുടെ ഓഫീസും ഇരിക്കുന്ന ഫാം ലാൻഡിൽ നമ്മൾ ചെയ്യുന്നത് പാലക്ക്, സ്പിനച്ചും ലീഫി ഗ്രീൻസ് ആയിട്ടുള്ള അമറാന്തസ്, ചീര, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക. ആൻഡ് പരീക്ഷണാർത്ഥം ഒരു പൈലറ്റ് ബേസിസിൽ എൻറ്റയർലി ഹൈഡ്രോപോണിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല, somewhere midway between full scale hydroponics and let's say ഒരു rudimentary hydroponics. അതിന് രണ്ടിൻ്റെ നടുക്കൊരു ഓർഗാനിക് കം ഹൈഡ്രോപോണിക് മെത്തഡോളജി ഉപയോഗിച്ചുള്ള ടൊമാറ്റോ കൾട്ടിവേഷൻ. ഇത്രയാണ് ഇവിടുത്തെ മെയിൻ ക്രോപ്സ് എന്ന് പറയാൻ. അതിൽ സ്പിനച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് റെയിൻ ഷെൽട്ടേഴ്സിലാണ്. അതിൻ്റെ പ്രൈമറി റീസൺ ബീയിങ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി കൺഡ്യൂസീവ് ഫോർ കൾട്ടിവേറ്റിംഗ് സ്പിനച്ച്. എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നല്ല, പറ്റും അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ ഒരു റെയിൻ ഷെൽട്ടർ അതിൻ്റെ മാൻഡേറ്ററി. കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ പാലക്കിന് ഉണ്ടാകുന്ന ഡാമേജ് എക്സ്റ്റെൻസീവാണ്. ഭയങ്കര ഡെലിക്കേറ്റ് ലീഫുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് പാലക്കിന് റെയിൻ ഷെൽട്ടറിൽ ചെയ്തേക്കുന്നത്. പാലക്ക് റേസ് ചെയ്യാൻ അത്ര പാടൊന്നുമില്ല, ചീര പോലെ തന്നെയാണ്. പക്ഷേ സീഡ്സ് ചീര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വലുതാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇഫ് യു ആർ ഗ്രോയിങ് ഇറ്റ് ഓൺ ദ സോയിൽ,
നല്ലോണം ടെല്ലിങ് ചെയ്ത് ഫാം യാർഡ് മെന്യൂറോ ആഡ് ചെയ്ത് ബാൻസ് ആയിട്ടാണ് സീഡ്സ് പ്ലേസ് ചെയ്യുന്നത്. സോ എവറി 10 centimeters വി ടേക്ക് ബാൻസ്, ഒരു റോഡ് ഉപയോഗിച്ച് ബാൻസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് സീഡ് കാസ്റ്റ് ചെയ്തിട്ട് യു ഗോ ഫോർ ഇറിഗേഷൻ, ബൈ വിച്ച് നമ്മളിവിടെ സ്പ്രിങ്ക്ലേഴ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇഫ് നീഡഡ് യു കെൻ ഈവൻ യൂസ് ഇൻലൈൻ ലാറ്ററൽസ്, പക്ഷേ അത് കോസ്റ്റ് ഇൻറ്റൻസീവ് ആയിരിക്കും ബിക്കോസ് യു ഹാവ് ടു പ്ലേസ് എ നമ്പർ ഓഫ് ലാറ്ററൽസ് ഫോർ ദാറ്റ്. അത് ചെയ്യുന്നതിൻ്റെ ലാറ്ററൽസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു കൺട്രോൾ എ ലോട്ട് ഓഫ് ദി ഫംഗൽ ഡിസീസ്. കാരണം ഫംഗൽ ഡിസീസ് ഹൈ മോയ്സ്ചർ എൻവയൺമെൻറ്റിലാണ് ഉണ്ടാവുന്നത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇപ്പം അങ്ങനത്തെ ഒരു ലാൻഡ് പോക്കറ്റാണ് വെയർ യു ഡോണ്ട് ഹാവ് ഇനഫ് വിൻഡ് പാസിംഗ് ത്രൂ, ഐ വുഡ് സേ യു ക്യാൻ യൂസ് ലാറ്ററൽസ്. ബട്ട് അതർവൈസ് സ്പ്രിങ്ക്ലേഴ്സ് ആർ ഗുഡ് ഇനഫ്, ബട്ട് നോട്ട് വലിയ ഹൈറ്റുള്ള സ്പ്രിങ്ക്ലേഴ്സ് അല്ല, ലോ ഹൈറ്റ് മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ് ലൈക്ക് ദ വൺസ് വി യൂസ്ഡ് ഹിയർ, അതായിരിക്കും ഐഡിയൽ. സോ വി ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. സോ ഇവിടെ കൊറിയാൻഡറിൻ്റെ ഒരു വളരെ മിനിമൽ പ്ലോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലോട്ടിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് കൊറിയാൻഡർ കൃഷി ചെയ്തേക്കണതാണ്. കൊറിയാൻഡർ ഇവിടെ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗ്സിൽ HDP ഗ്രോ ബാഗ്സിൽ, അതായത് ഹൈ ഡെൻസിറ്റി പോളിയെത്ലീൻ ഗ്രോ ബാഗ്സിൽ നമ്മൾ കൊറിയാൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണും കോയർപിത്തും ഫാം യാർഡ് മെന്യൂർ, അത് ചാണകവും പോൾട്രി വേസ്റ്റ് ഏതായാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു മിക്സ്ചറിലാണ് ഇത് വളരുന്നത്. സോ ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ കോമ്പണൻറ്റ് ആൻഡ് വിച്ച് ഐ ഹവ് ഓൾവേസ് ഫേസ് ക്വസ്റ്റ്യൻസ് ഫ്രം എ ലോട്ട് മെനി പീപ്പിൾ, ഇതിൻ്റെ ജെർമിനേഷനാണ്. കൊറിയാൻഡർ എങ്ങനെ ജെർമിനേറ്റ് ചെയ്യാം ആൻഡ് യു നോ ഹൗ ഡു യു മേക്ക് ഇറ്റ് റീച്ച് ദിസ് പോയിന്റ്. അതിൽ വൺ ഓഫ് ദി സ്ട്രാറ്റജി ദാറ്റ് വി ഫോളോ ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ അസ്. സോ ഇതിൽ കിഴി കെട്ടുന്ന ഒരു ടെക്നിക്കാണ്, അതൊരു പഴയ നാടൻ രീതിയാണ്. നമ്മൾ കിഴി കെട്ടി കുതിർത്ത് വേര് മുളയ്ക്കും ചെറുതായിട്ട്, വേരിൻ്റെ ഫുൾ ലെങ്ത് വരില്ല, ചെറുതായിട്ട്, അതിനെ റാഡിക്കൽ എന്നാണ് പറയുന്നത്. റാഡിക്കൽ വന്ന ഉടനെ തന്നെ നമ്മൾ മണ്ണിൻ്റെ പുറത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഫാം യാർഡ് മെന്യൂർ, അത് നല്ല ഫൈൻലി പൗഡേർഡ് ഫാം യാർഡ് മെന്യൂർ, അതിൽ കുറച്ച് ചാമ്പലുണ്ടാവും, അതങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഡീപ്പ് വാട്ടറിങ് ഫോർ 1 week. അപ്പോഴത്തേക്കും അതിൻ്റെ വേര് ഇറങ്ങി മേളിൽ പ്ലൂമിയുള്ള, അതായത് അതിൻ്റെ മേളിലോട്ടുള്ള ഷൂട്ട്സിന് ആവശ്യമുള്ള പ്ലൂമുകൾ വന്ന് നമുക്ക് ഇത് കിട്ടും, എന്താ പറയുക, പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും. അതാണ് നമ്മുടെ സ്ട്രാറ്റജി ഇതിൽ. ഇജാസ് എന്നെ പോലെയല്ല, മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നിലത്ത് തന്നെയായിരുന്നു എല്ലാ കൃഷിയും, പക്ഷേ അതിനകത്ത് ഈ വാട്ടറിൻ്റെ യൂസേജ് കുറയ്ക്കാനുള്ള ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇജാസിൻ്റെ വേറെ 2 ഫാംസ് മെയിനായിട്ട് നടക്കുന്നത് മണലിലാണ്, ബീച്ച് സൈഡിലുള്ള 2 പ്രോപ്പർട്ടിയിലാണ്, മണലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പച്ചക്കറി ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ഇജാസിന് കുറേ ടെക്നിക്സ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ലൈക്ക് യു റൈറ്റ്ലി പോയിന്റ് ഔട്ട്, വാട്ടർ മാനേജ്മെൻ്റ് ആണ് നമ്മുടെ കീ ഡൊമെയിൻ. അതായത് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചോളം നമ്പർ ഓഫ് റെയിൻഫോൾ ഡേയ്സ് ഐ തിങ്ക് ആസ് പെർ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് അബൌട്ട് 150 ബട്ട് സംവെയർ ക്ലോസ് ടു 170 എന്നായിരിക്കുന്നത് നമ്പർ ഓഫ് റെയിൻഫോൾ ഡേയ്സ്. സോ വി ആർ അറ്റ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോൾ ഡേയ്സ്. അപ്പം വാട്ടർ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്, വാട്ടർ നമ്മൾ എന്താ പറയുക, കൃഷി സ്ഥലങ്ങളിൽ വാട്ടർ മാനേജ് ചെയ്യേണ്ടി വെള്ളം ഉണ്ട്, ബട്ട് യു നോ ഹൗ ഡു യു ചാനലൈസ് ഇറ്റ്. അപ്പോൾ അതിലാണ് നമ്മുടെ ടെക്നിക്സ് ഫുള്ള് റിവോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ മണൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ പ്ലെൻറ്റി ഉണ്ട്, ബട്ട് മേക്കിംഗ് ഷുവർ ദറ്റ് ദ സോയിൽ ഇസ് മോയിസ്റ്റ് അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതിൽ കുറേ ലേണിങ്സ് നമ്മൾ ഈ പ്രോജക്ട്സ് ചെയ്ത് വന്നപ്പോൾ പല സോയിൽ പല ടെറൈനും ചെയ്ത് വന്നപ്പം നമുക്ക് ഏത് ഫ്ലോ റേറ്റിലുള്ള ഡ്രിപ്പേഴ്സ് ഉപയോഗിക്കണം, എങ്ങനത്തെ ഉപയോഗിക്കണം, ഫിൽറ്റേഴ്സ് എങ്ങനെ ചെയ്യണം, പിന്നെ പ്ലാന്റിന് എങ്ങനത്തെ ടൈപ്പ് വേണം, എത്ര സ്പേസിങ്ങിൽ വേണം, അത് പിന്നെ these are all entry level technology. നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുന്നതിനേക്കാൾ these are all let's say provisions to manage your water. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ മാനേജ് ചെയ്യാന്നുള്ളതാണ് അടുത്ത കമേഴ്ഷ്യൽ സക്സസിന് ആവശ്യമുള്ളത്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഓപ്പറേഷണൽ എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡ് മാനേജ്മെൻറ്റിലാണ്. സോ അതിനുവേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ മൾച്ച് ഫിലിം, ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വരുന്ന സാധനമാണ് പ്ലാസ്റ്റിക് മൾച്ചിങ്. യെസ് ഓഫ് കോഴ്സ് അതിനൊരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഞാനത് തള്ളിക്കളയുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ഓർഡർ ഫോർ
cultivation to be viable, you need something like plastic to form an impervious layer. ഒന്ന് വീഡ് ഗ്രോത്ത് സപ്രസ് ചെയ്യും, രണ്ടാമത് ന്യൂട്രിയൻ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. അതായത് ഈ ഇംപെർവിയസ് ലെയർ, പ്ലാസ്റ്റിക് ലെയർ ഉള്ളതുകൊണ്ട് ആവിയായി എന്താ പറയുക, മോയ്സ്ചർ പോയിട്ട് നമ്മുടെ സോയിൽ മോയ്സ്ചർ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് നീഡഡ്. അതിനല്ലാത്ത ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്വൈറ്റ് ലേബർ ഇൻറ്റൻസീവ്. ഇപ്പം ഓർഗാനിക് മൾച്ചിങ് ആണെങ്കിലും പിന്നെ ഒരു മഴ കഴിയുമ്പോഴത്തേക്കും അതിൽ വീഡ് ഗ്രോത്ത് തുടങ്ങും. സോ വി നീഡ് ദാറ്റ്. പിന്നെ ഉള്ളത് ന്യൂട്രിയൻ മാനേജ്മെൻ്റ് ആണ്. സോ ദിസ് ഇസ് വെയർ വി dwell into a lot of our experience from growing various fields across Kerala. അപ്പോൾ അതിനുള്ള ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രാറ്റജി തന്നെ ഒരു 90% ഓർഗാനിക് ഇൻപുട്സ് ഉപയോഗിച്ച് ന്യൂട്രിയൻറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള. ആൻഡ് ദറ്റ് ലാസ്റ്റ് 10%, ഇതൊരു വേഗ് നമ്പർ, ഐ വുഡൻ ബി എക്സാക്ട് 10%, 90%, സംവെയർ. സോ യു നോ ദ റേഷ്യോ ഹിയർ. അത്രയും മാത്രമേ നമ്മളൊരു ഫെർട്ടിലൈസർ ബേസ്ഡ് മാനേജ്മെൻറ്റിലോട്ട് പോകുന്നുള്ളൂ. സോ ദാറ്റ് ക്രോപ്പിൻ്റെ ഗ്രോത്തും ഈൽഡ് പൊട്ടൻഷ്യലൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഒരു ബേസ് ലൈൻ ഫാം യാർഡ് മെന്യൂറിൻ്റെ ആപ്ലിക്കേഷൻ മുതൽ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് അതിലിടുന്നത്, മണലിൽ കൂടുതൽ മറ്റിടത്ത് കുറവ്, അത് മുതൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീക്ക്ലി ഇൻ്റർവെൻഷൻസ്, സ്പ്രേസ്, ഫോളിയർ സ്പ്രേ, അമിനോ ആസിഡ് ആപ്ലിക്കേഷൻ, ഫിഷ് അമിനോ ആസിഡ് ആപ്ലിക്കേഷൻ, സ്ലറി ആപ്ലിക്കേഷൻ, ഇതെല്ലാം വളരെ we are using the information that we gain from experience. ആൻഡ് അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. എവറി ക്രോപ്പ് ഓൺ ക്രോപ്പ് നമ്മൾ ഈൽഡ് ഇൻക്രീസും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു തവണ 8 സെൻറ്റ് സ്ഥലത്ത് പയർ കൃഷി ചെയ്തപ്പോൾ 432 കിലോ പയറിന്ന് ഇപ്പോൾ 648 സംവെയർ അലോങ് ദോസ് ലൈൻസ് അത്രയായി. അപ്പം ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈൽഡ് ഇൻക്രീസ് ത്രൂ മിനിമൽ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് മാനേജ്മെൻറ്റിലാണ്. സോ ആ പ്രോട്ടോക്കോളാണ് നമ്മുടെ സ്ട്രെങ്ത്. ബാക്കിയെല്ലാം അവൈലബിൾ ടെക്നോളജീസ് ആണ്, നത്തിങ് ന്യൂ. വി ആർ ജസ്റ്റ് യൂസിങ് അവർ എക്സ്പീരിയൻസ് ഇൻ ഗ്രോയിങ് വേരിയസ് തിങ്സ് ആൻഡ് പുട്ടിങ് ഇറ്റ് ടു യൂസ് എഫക്റ്റീവ്ലി. അതിലാണ് നമ്മുടെ സ്ട്രെങ്ത്. അതിനൊരു ടീമുണ്ട്, ഹോർട്ടിക്കൾച്ചർ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, എക്സെപ്ഷണൽ ബോയ്സ് ഹൂ ഹാൻഡിൽ അവർ വർക്ക്. So we are trying to build this ecosystem here. Okay. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്തുള്ള ഫാമിനകത്താണ്. ഇത് ഇജാസാണ് നോക്കി നടത്തുന്നത്. ഏകദേശം 5 ഏക്കറിനകത്താണ് ഈ ഒരു ഫാം ഉള്ളത്. ഇതിനകത്തിപ്പോൾ ഏകദേശം ഭാഗത്ത് വെണ്ടയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം നല്ലോണം ഹാർവസ്റ്റ് ആയി തുടങ്ങിയ വെണ്ടകളാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ കണ്ടുപോലെ മണലാണ്, കണ്ടില്ലേ, വേറെ മണലാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത്. മണലിൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് അതിനിടയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെണ്ടകളാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാത്തിലും കായകളുണ്ട്. ഇത് ഹാർവസ്റ്റ് ഒക്കെ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. വീണ്ടും പൂക്കളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഹൈറ്റ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എനിക്കൊണ്ട് എൻ്റെ 2 ഇരട്ടി സൈസ് വരെയൊക്കെ ഇത് ഉയരത്തിൽ പോകും. അത്രയും ദിവസം വരെ നമുക്ക് വെണ്ടയിൽ ഹാർവസ്റ്റ് എടുക്കാൻ പറ്റും. അവർക്ക് വളരെ നല്ല രീതിയിലാണ് ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കീടബാധകളൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം വേണ്ടി മണലെന്ന് പറഞ്ഞാൽ ഒന്നും വളരാത്ത ഒരു വേസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മണലിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇജാസ് ഈ ഫാമിങ്ങിനോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ട കാര്യമാണ് H2O, ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സോ ഹെൽപ്പിംഗ് ഹാൻഡ്സിൽ വെൻ ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് 4-5 years ബാക്ക്, അവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ഇടാൻ വേണ്ടി പോയ ഒരു വെണ്ടറായിട്ടാണ് ഞാൻ പോകുന്നത്. സോ അവിടെ ചെന്നു, ഇൻസ്റ്റാൾ ചെയ്തു. സോ ബിഫോർ ദാറ്റ് ദേ ഹാഡ് 2-3 ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് പ്ലേയേഴ്സ്, ഐ തിങ്ക് ഈവൻ ഫ്രം ദ ഗവൺമെൻറ് ഈവൻ. പക്ഷേ ഒന്നിലും ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ട് അത് ഫെയിൽ ചെയ്യുക ചെയ്തത്. ഫിൽട്രേഷൻസ് കറക്റ്റ് ആയിരുന്നില്ല, പൈപ്പ് സൈസിങ്സ് കറക്റ്റ് ആയിരുന്നു. അപ്പം അവരുടെ ഡ്രിപ്പ് ഫെയിലായി. അങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം അവർക്ക് ക്രോപ്പ് ഉണ്ടായി, ഈൽഡ് ഉണ്ടായി. സോ ദെൻ ദേ ഗോട്ട് ബാക്ക് ടു അസ് സെയിങ് ഇത് ഇങ്ങനെയുണ്ട്, ക്യാൻ യു കം ഡൗൺ ആൻഡ് സീ ദ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ദേ വർ ഹാപ്പി. അങ്ങനെ തുടങ്ങിയ ഒരു ബോണ്ടാണ് അവിടെ H2 ആയിട്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്സുമായിട്ട്. ആൻഡ് ദെൻ അതിൻ്റെ കോസും അതിൻ്റെ നൊബിലിറ്റിയും കണ്ടപ്പോഴത്തേക്കും വി അലൈൻഡ് വിത്ത് ദം ഫുള്ളി. ഇപ്പം നമ്മുടെ 1 ഏക്കർ കൃഷി അവരുടെ പ്രമൈസിലാണ് നടക്കുന്നത്. ആൻഡ് താങ്ക്ഫുള്ളി അവരുടെ ടീച്ചേഴ്സിൻ്റെയും അതിൻ്റെ ഫൗണ്ടറിൻ്റെ വിഷൻ കാരണം തെറപ്പിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ദ കിഡ്സ്, ദ ചിൽഡ്രൻ, ഈവൻ ദി അഡൽട്സ് ഹു ആർ ചലഞ്ച്ഡ്,
mentally, physically. They go down to the field, harvest the vegetables, packing, sorting. So it is adding value to their lives. From what I understand from the tutors, the teachers there, adine texture ആയിട്ടുള്ള ഈ tactile response, smell, weights, ഇതെല്ലാം it adds sensory value. ആ ബ്രെയിനിൻ്റെ ഓരോ ന്യൂറോൺസിനെ this is in theory, but I'm not an expert on it. So, and I have personally seen difference. ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് ഒരു സ്റ്റുഡൻറ്റ് അവിടുത്തത് സൈസ് കമ്പാരിസൺ പാടായിരുന്നു. ബട്ട് നമ്മൾ ക്യൂക്കമ്പേഴ്സ് വെച്ച് സോർട്ടിങ് പഠിപ്പിച്ച് ഇവൻച്വലി വലുത് ഏതാ ചെറുത് ഏതാണ് ഒരു ഡെയിലി ലിവിങ് സ്കില്ലായിട്ട് പഠിക്കാൻ പറ്റി. സോ ഇറ്റ് ഈസ് ആഡിങ് വാല്യൂ, ഡെഫിനറ്റ്ലി ആഡിങ് വാല്യൂ. അങ്ങനെ ഒരു ഇതിലും കൂടെ നമ്മൾ ഇൻവോൾവ് ആണ്. സോ ഇപ്പോൾ നമ്മൾ കണ്ടുവന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ എന്ന NGOയിൽ ബാക്ക് സൈഡിൽ കൃഷി ചെയ്യുന്ന ഒരു പ്ലോട്ടാണ്. നമ്മളതിൻ്റെ ആ ഓർഗനൈസേഷൻ്റെ ഒരു നോർത്ത് വെസ്റ്റേൺ കോർണറിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. സോ ഇതിൽ 2 ആസ്പെക്റ്റാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന്, മണലിൽ കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രൂഫ് ഓഫ് കോൺസെപ്റ്റും, ആൻഡ് സെക്കൻഡ്ലി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി കോ എക്സിസ്റ്റൻസ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എങ്ങനെ ഫാമിങ്ങിലോട്ട് കമ്പൈൻ ചെയ്യാന്നുള്ള ഒരു മെത്തഡോളജിയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് തെറപ്പീസും ട്രെയിനിങ്സും നമ്മളിവിടുത്തെ പിള്ളേർക്കും, അതായത് ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം കുറച്ച് ടെക്നോളജി ഇൻകോർപ്പറേഷൻ, സിമ്പിൾ ഹൈടെക് അല്ല, ഒരു മീഡിയം ലെവൽ എൻജിനീയറിങ് ഉപയോഗിച്ചാണ് ഈ ഫാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വിഷ്വൽസ് കാണുമ്പം ഒരുപക്ഷെ മനസ്സിലാവുണ്ടാവും. പില്ലേഴ്സിന് തടി കൊടുക്കുന്നതിന് പകരം വിവ് ഗോൺ വിത്ത് മെറ്റൽ സെക്ഷൻസ്. അതിലും ഒരു ഡിഫറൻഷിയേറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവ് ഗോൺ ഫോർ സീ സ്റ്റഡ്സ്, അതായത് നമ്മുടെ ജിപ്സം പാർട്ടീഷനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അപ്പോൾ അതിനുപയോഗിക്കുന്ന ലൈറ്റ് വെയ്റ്റ് പാർട്ടീഷൻ സ്റ്റഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. സോ ഇതിൽ വൺ വ്യൂ വി ഹാവ് ഇസ്, നമ്മൾ ഏത് ഫാമിംഗ് ഇതെടുത്താലും വി വ്യൂ ഇറ്റ് ആസ് എ പ്രോജക്റ്റ്, ആസ് എൻ എൻജിനീയറിംഗ് പ്രോജക്റ്റ്. സോ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് സാൽവേജബിലിറ്റി. ഒരു പെർട്ടിക്കുലർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് സൈക്കിളിൽ നമുക്ക് എത്ര കോസ്റ്റ് റിക്കൂപ്പ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റഡ് കോസ്റ്റിൻ്റെ എത്ര റിക്കൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ്. ദാറ്റ്സ് വൈ വി ഷിഫ്റ്റഡ് ടു യൂസിങ് മെറ്റൽ. തടിയൊക്കെ ആണെങ്കിൽ you can probably push it to about a year. 2 റെയിനി സീസൺ അല്ലെങ്കിൽ 3 റെയിനി സീസൺ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ചെതലെടുത്തൊക്കെ പോകും. അപ്പം ഇൻവെസ്റ്റഡ് കോസ്റ്റ് 0 ആവും. ഇവിടെ മെറ്റൽ ആയതുകൊണ്ട് ഇൻവെസ്റ്റഡ് കോസ്റ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് സാൽവേജബിളായിട്ട് തിരിച്ചു വരും. സോ ആ ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ എൻറ്റയർ പ്രോപ്പർട്ടി നമ്മൾ 2 ക്രോപ്പിൻ്റെ സൈക്ലിങ്ങിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് പയർ, കുക്കുംബർ, ഇത് രണ്ടും മാറിയും തിരിഞ്ഞ് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് ബെഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യും ആഫ്റ്റർ സർട്ടൻ നമ്പർ ഓഫ് സൈക്കിൾസ്. But the whole essence is ഈ ഒരു trellis structure will stay for about 2 to 3 years. ഇതിൽ നമ്മൾ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. സോ നത്തിങ് ഗെറ്റ്സ് മൂവ്ഡ്. ഈവൻ ഇഫ് യു ഹാവ് ടു മൂവ് ടു അനദർ സൈറ്റ്, ലിഫ്റ്റ് ചെയ്യുക, അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സോ വി നെവർ ലൂസ് വാല്യൂ in terms of what we've invested. It's just the effort that keeps getting എന്താ പറയുക ഇൻവെസ്റ്റഡ് ഇൻ ടു അതർ പ്ലോട്ട്സ്. അപ്പോൾ ആ ഒരു മൊഡാലിറ്റി ഉണ്ട്. പിന്നെ ബാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിഗേഷൻ വന്നിട്ട് കൺവെൻഷണൽ വെഞ്ചുറി ഫെർട്ടിഗേഷനാണ്. ബട്ട് ദ പ്രോട്ടോകോൾ ദാറ്റ് വി ഫോളോ ഇസ് സംതിങ് വിച്ച് വീവ് ഡെവലപ്ഡ് ഓവർ ടൈം. ക്രോപ്പ് ബേസ്ഡ് ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ്, സൈക്കിൾസ്, എങ്ങനത്തെ ഫോളിയർ ആപ്ലിക്കേഷൻ, ഹൗ ഡു യു അപ്ലൈ വാട്ട്, വെൻ, എക്സെട്ര, അതെല്ലാം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ and one thing I missed out on is how we've benefited the kids. So ഇവിടെ വരുന്ന പിള്ളേർ ഹാർവെസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് കൂടി, ഇപ്പോൾ അവധിയാണ് സ്കൂളിൽ, ബട്ട് whenever they are here they do spend some time in harvesting, walking through the fields, sorting, bagging, etc. So that is one area where the teachers out here have incorporated therapy into farming. And we should, hopefully next time when you come down, ഒരു കാര്യം കാണാൻ പറ്റും, പിള്ളേർ എന്ത് ഹാപ്പിയാണെന്നറിയാം. ഇവിടെ കൃഷി എടുക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും എല്ലാവരും കൈയൊക്കെ പൊക്കി ഇറങ്ങാം പോവാം എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് കണക്ട് വിത്ത് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദിസ്. സോ വി ഫീൽ ദിസ് ഇസ് എ ഗുഡ് അപ്രോച്ച് ടു പ്രൊവൈഡിങ് therapy for let's say
rehabilitating or much rather engaging a different set of the population which are challenged. സോ ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് അപ്രോച്ച് ടു ഗ്രോയിങ്, I wouldn't say entirely hydroponically grown tomatoes, but semi-hydroponic tomatoes. അതായത് നമ്മുടെ നാട്ടിൽ എളുപ്പം കിട്ടുന്ന കുറേ ഫാം യാർഡ് മെന്യൂറിൻ്റെ ഒരു മിശ്രിതത്തിൽ തക്കാളി കൃഷി, അതായത് സോയിൽലെസ് ആയിട്ട് വളർത്തുക. അതായത് തക്കാളി സോയിൽലെസ് വളർത്തുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ സോയിലിൽ ബാക്ടീരിയൽ വിൽറ്റിൻ്റെ ഇൻസിഡൻസ് വളരെ ഹൈ ആണ്. സോ ഞാൻ സോയിലിൽ പല പ്രാവശ്യവും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വിത്ത് റീസണബിളി ഗുഡ് 100% മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി പോലും കിട്ടാണ്ട് എനിക്ക് ബാക്ടീരിയൽ വിൽറ്റ് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്ത് എന്തുകൊണ്ട് സോയിൽ അവോയ്ഡ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ഡിവൈസ് ചെയ്ത ഒരു മെത്തഡോളജിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടണൽ സിസ്റ്റം. അതൊരു എൻട്രി ലെവൽ ലോ കോസ്റ്റ് ടണൽ സിസ്റ്റം കപ്പിൾഡ് വിത്ത് ട്രെലിസ് റോപ്സും ലോക്കലി അവൈലബിൾ ഫാം യാർഡ് മെന്യൂർ കോമ്പോസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക് സ്ട്രാറ്റജി. സോ ഇത് നമ്മുടെ സെക്കൻഡ് ക്രോപ്പാണ്. ലെറ്റ് മീ ബി ഓണസ്റ്റ്, ഇത് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇൻ ടേംസ് ഓഫ് ഹൗ ഡു യു മാനേജ് ഇറ്റ്. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് ഡ്രിപ്പ് ഇറിഗേഷൻ ലൈൻസ് അറ്റ് ദ ബോട്ടം വിച്ച് സപ്ലൈ ദ വാട്ടർ ആൻഡ് ദ ന്യൂട്രിയൻസ്, ആൻഡ് വി ഹാവ് ദീസ് ഓവർഹെഡ് ഫോഗർ ലൈൻസ്. ഇതിലാണ് നമ്മുടെ പെസ്റ്റ് സപ്രഷൻ ആവശ്യമുള്ള ഓർഗാനിക് ബയോ പെസ്റ്റിസൈഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ അതിനൊരു ഡോസിങ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. സോ വീവ് പ്രോഗ്രാംഡ് എ സർട്ടൺ ഡിവൈസ് വിച്ച് വീവ് ഡെവലപ്ഡ്. അതിൽ ഓൺ എ റെഗുലർ ഇൻ്റർവൽ ഇതിൽ ഡോസിങ്സ് ഒക്കെ പോകും. സോ യുവർ പെസ്റ്റ് സപ്രഷൻ ഇസ് ഹാൻഡിൽഡ് ബൈ ദി ഓവർ ഹെഡ് ലൈൻസ്. ഇതിൽ കൂടെ തന്നെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സും കൊടുക്കാറുണ്ട്. താഴെ കൂടെ ഡ്രിപ്പ് ലൈൻസ്. അഗെയിൻ വാട്ട് വി ട്രൈ ടു ഡു ഇസ് ഒരു അൾട്രാ ഹൈടെക് ടെക്നോളജിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റത്തിൽ ഹൈ ക്യാപെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോജക്ട്സിൽ ബ്രേക്ക് ഈവൻ ആവാൻ പാടാണ്. സോ ആൻഡ് ഓൾസോ ടൊമാറ്റോയുടെ പ്രൈസ് വേരിയേഷൻസ് ആർ വെരി ഹൈ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം വി തോട്ട് വി വിൽ കം അപ്പ് വിത്ത് സംതിങ് മിഡ് വേ which is not the most technologically advanced, yet it can still work and help grow tomatoes in those areas like Kerala polte sthalathu where you can't grow commercially grow tomatoes because of the bacterial wilt situation. അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. സോ we've got two tunnels here. One tunnel is about 6 meters wide by about 4 meters. അങ്ങനത്തെ tunnels we've got 2 of those. So we grow close to 260 tomato plants here. So as you can see, ഇതിൽ yielding തുടങ്ങിയിട്ടുണ്ട്. Probably zoom in a bit. So not yet ready for harvest. But yeah, again we are fine tuning a few metrics here in terms of what needs to be supplied in nutrition, etc. So but we have 100% success in terms of mortality. യാതൊരു വിധ മോർട്ടാലിറ്റിയും വിൽറ്റ് കാരണമില്ല. For us, that was the first condition that we need to satisfy, and we're fully done there. So now we're going to work on how the substrate behaves and how we can add nutrients to it and make it yield more. So അതിൻ്റെ വർക്കിലാണ്. സോ അതിൽ we are working on those things where we can actually see the yield, but we do see some deficiencies here and there. But hopefully by the next cycle, which is probably in January, we'll have the system fully ready to be deployed as projects for customers. So that's one thing that we do. We also set up projects for customers. So ഇങ്ങനത്തെ ഓട്ടോമേറ്റഡ് ഇതൊക്കെ റൂഫ് ടോപ്പിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് ആണ്. വീടുകളുടെ മാടിപ്പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ you can grow tomatoes effortlessly. And tomatoes is one vegetable or a fruit rather which you can market effortlessly. കാരണം എല്ലാ ഷോപ്പിലും വേണ്ട ഒരു വെജിറ്റബിൾ ആണ്. Because both vegetarians and non-vegetarians have consumed this fruit alike. So അതിൻ്റെ ഡിമാൻഡ് ഹൈ ആണ്. Any shop will take a good quantity. So നമ്മുടെ ബ്രോഡ് പ്ലാൻ എന്തെന്ന് പറഞ്ഞാൽ fine tune the system in such a way that this can be adopted across rooftops in the city. So you can have households producing tomatoes on a scale. Ejaz, എന്താണ് ഈ H2O ഹെൽപ്പിംഗ് ഹാൻഡ് ഓർഗനൈസേഷൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷനിൽ പ്രൈമറിലി ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള പിള്ളേർ തൊട്ട് ലെറ്റ്സ് സേ അബൌട്ട് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു തെറപ്പി കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇല്ല, ബട്ട് ഈ സെൻറ്ററിൻ്റെ
ഒരു 10 to 15 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാരെ പോയി പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തെറപ്പി ആൻഡ് ട്യൂട്ടറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൗ ഓൺ ബേസിക് ലൈഫ് സ്കിൽസ്, ഡെയിലി ലിവിങ് സ്കിൽസ്, അങ്ങനെയുള്ള കുറേ എന്താ പറയുക ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെൻ്ററാണ്. ഓക്കെ. അപ്പോൾ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഈ ഫാമിംഗ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? അതായത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഈ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ ഒരു ജോളി ജോൺസൺ ആണ്. അപ്പം വി വർ ഡിസ്കസിങ് വൺ ഡേ, ഞാനിവിടെ നാട്ടിൽ വന്ന സമയത്ത് വി ഗോട്ട് ഡിസ്കസിങ് ഓൺ ഹൗ വി ക്യാൻ ഇൻകോർപ്പറേറ്റ് ഫാമിംഗ് ആൻഡ് തെറപ്പി. അങ്ങനെ she was the one who suggested that let's put together farming in such a way that the children can interact with the whole process of farming, so that our colors touchil kuda varuna patterns and textures okka feel ചെയ്ത് it could prove positive for those with limited capabilities. അങ്ങനെ തുടങ്ങിയതാണ്. And we tried it out and the children showed a remarkable amount of progress in terms of understanding, especially രണ്ടു എക്സാമ്പിൾസ് സോർട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ. So we harvest it, we take it to the circle, ഇവിടെ circle എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, and then we sort it based on length and size, quality, etc. Initially prompted, but later on they understood how it is done, and they in fact pointed out to us that ഇത് ആ സൈസിൽ വരുന്നത്, so we shouldn't be doing it that way. So that level of intuitiveness ഈ ഫാമിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് കണക്ഷൻ എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് മുതലേ ഉള്ള കണക്ഷൻ അല്ലേ. യു ഗോ ടു ദ ഫീൽഡ്, യു ടച്ച് ദ പ്ലാന്റ്സ്, യു ഫീൽ ദം, അത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി അവിടെ വെക്കും. സോ ആ എൻറ്റയർ ഫാം കണക്റ്റും ഹാർവെസ്റ്റിംഗ് ആ പ്രോസസ്സിലൂടെ തെറപ്പി നടക്കുന്നുണ്ടാവും. ഓക്കെ. അങ്ങനെ ഇറ്റ് ഈസ് ഷോയിങ് എ ഗുഡ് എമൗണ്ട് ഓഫ് പ്രോഗ്രസ്. സോ അതിപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ ഒരു ഫാമിംഗ് സെറ്റ് ചെയ്തതിന് ശേഷം? It's been about, end association with H2 or Helping Hands has been for more than 4 years now. 4 years. Farming is something which we started on a scale, is something which we started 2 years back. Before that, ഒരു ചെറിയ മിനി കുട്ടി പീസ് ഓഫ് ലാൻഡിൽ അവിടെ കോർണറിൽ ഞാനിവിടെ വന്ന് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു, അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. വി വർ നെക്സ്റ്റ് ഡോർ, തൊട്ടപ്പുറത്ത് ഒരു പ്രോപ്പർട്ടിയിൽ വി വർ ഡൂയിങ് ബനാന കൾട്ടിവേഷൻ. അങ്ങനെ ആരോ പറഞ്ഞ് ഇവിടെ റെഫറൻസ് വന്നു, ഐ ജസ്റ്റ് ഡ്രോപ്ഡ് ഇൻ, എന്നെ പ്ലോട്ട് കാണിച്ചു, ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു, ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ. അതാണ് നമ്മളിവിടെ നിൽക്കുന്നത് മേനംകുളമാണ്. മേനംകുളം വെച്ചാൽ ബീച്ചിന് വളരെ അടുത്താണ്. ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ മണൽ കലർന്നാണ്. മണൽ കലർന്നതെന്നല്ല, ഏകദേശം മണൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മണലിൽ കൃഷി ചെയ്യാനായിട്ട് ഇജാസ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, സോ ഇതിലൊരു ജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത നമ്മുടെ ഫാം, അതായത് എൻ്റെ ഫാം സൈറ്റിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി ഒരുപാട് നാശനഷ്ടം വരുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ മണലിൽ വന്ന് നമ്മളന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ കൂടെ ഓടിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ എം ഏബിൾ ടു പ്രൊവൈഡ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ, ഒരു സബ്സ്ട്രേറ്റ് എന്നുള്ള നിലയിൽ മണൽ ഇസ് ഗുഡ് ഇനഫ്. ഇറ്റ് ഹാസ് ഇനഫ് എലമെൻറ്റ്സ് ഇൻ ഇറ്റ്. സിലിക്ക ഉണ്ട്, കുറച്ചുകൂടെ റോബസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഫോർമേഷനും ഫ്രൂട്ട് സൈസും വെക്കാനുള്ള എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. സോ അങ്ങനെ തുടങ്ങിയത്. ആൻഡ് ഓൾസോ മിഡിൽ ഈസ്റ്റിൽ മണലിലാണ് കൃഷി ചെയ്യുന്നത്, അവിടെ വിൻ്റർ സീസണിൽ മണലിലാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഐഡിയോളജി ഇവിടെ അപ്ലൈ ചെയ്തു. സോ ആസ് ഐ സൈഡ്, ആ പ്രൈമറി ഫാക്ടേഴ്സിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി ഡ്രിപ്പ് ഇറിഗേഷൻ, രണ്ടാമത് എത്തുന്ന വെള്ളം എവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇംപേർവിയസ് ലെയർ വേണം, അതിനുവേണ്ടി മൾച്ച് ഫിലിം, പ്ലാസ്റ്റിക് മൾച്ചിങ് ആണ് മൾച്ച് ഫിലിം ഉപയോഗിക്കുന്നത്. പിന്നെ ന്യൂട്രിയൻസ് എത്തിക്കാൻ വേണ്ടി അടിവളം ടിപ്പിക്കലി നമ്മൾ സാധാ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ 4 times കൂടുതൽ അടിവളം ഇടും. വൈ? ബിക്കോസ് യു നീഡ് ദാറ്റ് ടു ഇംപ്രൂവ് ദി ഓർഗാനിക് കാർബൺ ഇൻ ദ സോയിൽ. പക്ഷേ ഓവർ സക്സസീവ് ക്രോപ്പ് സൈക്കിൾസ് വി റെഡ്യൂസ് ദി എമൗണ്ട്. ബിക്കോസ് ആദ്യം ഇല്ലാത്ത ഓർഗാനിക് കണ്ടൻറ്റ് ഫസ്റ്റ് ഡോസിൽ വന്നു, സെക്കൻഡ് ഡോസിൽ കുറച്ചു, തേർഡ് ഡോസിൽ കുറച്ചു, ആൻഡ് ദെൻ യു മെയിൻറ്റെയിൻ എ ബേസ് ലൈൻ ഡോസേജ്. അങ്ങനെയാണ് സോയിൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അലോങ് വിത്ത് ദാറ്റ് മൈക്രോബിയൽ കൗണ്ട് കൂടും സോയിലിൽ, സാൻഡിൽ പൊതുവെ കുറവാണ്. അറ്റ് ദ സെയിം ടൈം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടും, ബിക്കോസ് യു ആർ ആഡിങ് മോർ ഓർഗാനിക്സ് ഉണ്ട്. അതിൽ ഫാം യാർഡ് മെന്യൂർ വരും, മറ്റേ വേസ്റ്റ് വരും, ഗാർഡൻ വേസ്റ്റ് വരും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നൗ ദാറ്റ് coupled with nutrition which is sent through the drip irrigation lines, fertigation വഴി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെ വി നെവർ വ്യൂഡ് ഇറ്റ് ആസ് എന്താ പറയുക ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൾട്ടിവേഷൻ സ്ട്രാറ്റജി, ബട്ട് we just try to understand the basics. What are we lacking here? How do I amend it physically and how do I improve it? അത്ര മാത്രമേ ഉള്ളൂ. So mulching, drip irrigation, fertigation. Fertigation organic ആണോ യൂസ് ചെയ്യുന്നത്? Primarily, അതായത് I'll be honest with you on this. Primarily we follow an organic routine whereby we go with all the slurries, etc. But if we do find deficiencies in terms of growth, we do supplement it with water solubles. That's what we do.
So I wouldn't claim that it is organic cultivation because right now ഇവിടുത്തെ മാർക്കറ്റിൽ there is no clear distinction between organic, safe to eat, or let's say unsafe to eat. So it all comes under one category called നാടൻ. അപ്പം അങ്ങനത്തെ ഒരു പ്രൈസ് ബാൻഡ് വരുമ്പം ഓർഗാനിക് കൾട്ടിവേഷൻ 100% പ്യുവറായിട്ട് ചെയ്യാൻ വേണ്ടി ദി എഫേർട്ട് ടേക്കൺ is effort and investment that takes is far greater than what we do. So we use something as a very safe hybrid എന്ന് പറയാൻ പറ്റും. Safe to eat majorityയും organics ആണ്. But if we do find deficiencies, for example പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വാട്ടർ സോല്യൂബിൾ പൊട്ടാസ്യം കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കും. സോ വി ഡോണ്ട് ഗോ ഫോർ ബേസൽ ഡോസ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ. സോയിൽ ഒരിക്കലും നമ്മൾ ഡാമേജ് ചെയ്യത്തില്ല. സോ വി സീ വാട്ട് ഇസ് ഇറ്റ്. അതും ഗ്രോയിങ് പ്രോസസ്സിൽ നമുക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ആസ് വി വാക്ക് ത്രൂ വി അണ്ടർസ്റ്റാൻഡ് ഓക്കെ ദിസ് ഇസ് മാർജിനൽ ലീഫ് ക്ലോറോസിസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ ഇറ്റ് ഇസ് ഷോയിങ് സം സോർട്ട് ഓഫ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മൾ വി വർക്ക് ഇൻ ഇറ്റ്. ഇനി ദർ ആർ സർട്ടൻ സ്ട്രാറ്റജീസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് മണ്ണിൽ കൂടെ കൊടുക്കുന്നതിന് ലീഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഫാസ്റ്റർ ഡോസേജ് കുറയ്ക്കാനും പറ്റും. സോ വി ഫോളോ ദാറ്റ്. ബട്ട് വി ഹാവ് എ ബ്ലാങ്കറ്റ് പോളിസി ഓഫ് നോട്ട് യൂസിങ് എനി പെസ്റ്റിസൈഡ്സ്. അത് ഇൻ ടേംസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ജസ്റ്റ് സ്ട്രിക്ട് നോ, നമ്മളത് ഉപയോഗിക്കില്ല. But for that what we use is favorable entomopathogenic funguses and bacteria which are organically approved to be sprayed on plants. അതും neem oil application അതും ഇതിൻ്റെ കോംബോയിൽ ഓൺ എ പ്രൊഫിലാക്റ്റിക് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡിസീസ് വന്നിട്ടല്ല ക്യൂർ ചെയ്യാൻ നിൽക്കുന്നത്. സോ വി ഹാവ് എ പ്രോട്ടോകോൾ ഇൻ പ്ലേസ്. ഈ ആഴ്ച ഇന്ന ദിവസം ഇത് പോയിരിക്കണം ആൻഡ് ദാറ്റ് ഇസ് സ്പ്രേഡ്. ദീസ് ആർ ഓൾ ഓർഗാനിക്കലി അപ്രൂവ്ഡ് ഫംഗസസ് ആൻഡ് ബാക്ടീരിയ വിച്ച് ഡ്വെൽ ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാന്റ്സ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് ആയിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഇല്ല, ബട്ട് സോയിൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട് അറ്റ് വെരി വെരി റെസ്ട്രിക്റ്റഡ് ഡോസസ്. ബിക്കോസ് മെജോറിറ്റി ഒരു 80 to 90% നമ്മുടെ ന്യൂട്രിയൻ ലോഡ് മീറ്റ് ചെയ്യുന്നത് ഓർഗാനിക് സോഴ്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്ലറീസ്, കൺകോക്ഷൻസ്, അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്സ്, ഹ്യൂമിക് ആസിഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതാണ്. ഓക്കെ. സോ ദാറ്റ് പിന്നെ ആസ് ഐ പോയിന്റ് ഔട്ട് ഇതിൽ വി വ്യൂ അഗ്രികൾച്ചർ ആസ് എൻ എൻജിനീയറിംഗ് പ്രോജക്റ്റ്. സോ നമ്മൾ ചെയ്യുന്നതിൽ വി ട്രൈ ടു സീ വാട്ട് ആർ ദി എലമെൻറ്റ്സ് വെയർ വി ക്യാൻ convert traditional wisdom into something which is modern day, and that is what you're seeing here. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇജാസിൻ്റെ ഫാമിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇജാസിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കോ വർക്കിംഗ് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾറെഡി അവിടെ 2 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പ്ലസ് ഇതിൻ്റെ മേളിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ കോൺഫറൻസ് റൂം അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിനോട് ചേർന്നിട്ട് ഒരു കോ വർക്കിംഗ് സ്പേസ് അത് IT കാർക്കായിട്ടുള്ളൂ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം എന്താ? ഫാം പ്ലസ് IT. ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ 100% എടുക്കണില്ല. കാരണം ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് കോവിഡ് സമയത്ത് ഇവിടെ വന്നിരുന്നു. ജസ്റ്റ് അപ്പോൾ കോവിഡ് സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. സോ അവരൊരു ഈവനിങ് വന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വൈ നോട്ട് വി ഡൂ ദിസ് എന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പം ഞാൻ ആസ് എ പേഴ്സണലി പറയണമെങ്കിൽ ഐ വാസ് ഷൈ. കാരണം എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ വർക്കിംഗ് സ്പേസിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ നടുക്ക് വേർ ദർ ഇസ് ആക്സസ് ടു കമ്മ്യൂട്ട്, വേർ കാര്യങ്ങൾ, അതായത് നമ്മളൊരു വർക്ക് സ്പേസ് പോകുമ്പോൾ എപ്പോഴും അടുത്ത് എല്ലാം അവൈലബിലിറ്റി വേണമല്ലോ. നമ്മുടെ ഫാം പോലെ കുറച്ച് മാറിയിട്ട് ഉള്ളിലോട്ടുള്ള ലൊക്കേഷനിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ വരുന്നുള്ള ചോദ്യം ഞാൻ ഇമ്പോസ് ചെയ്തു. അപ്പോഴാണ് ദെയർ ഫീഡ്ബാക്ക് വാസ് നോ, യു ആർ ഗെറ്റിംഗ് ഇറ്റ് റോങ്. ഇതൊരു ബ്ലിസ്ഫുൾ വർക്കിംഗ് സ്പേസ് ആണ്. കാമായിട്ട് വളരെ സ്ട്രെസ്ഫുൾ വർക്ക് എൻവയൺമെൻറ്റിലുള്ളവർക്ക് എപ്പോഴെങ്കിലും വന്ന് അൺവൈൻഡ് ചെയ്ത് ഇവിടെ ഇരുന്ന് ബാക്കിൽ താറാവിൻ്റെ ഒച്ചയൊക്കെ ഇട്ട് അങ്ങനെ കിളികളുടെ ഒച്ചയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ട്രാക്ടർ ഓടിക്കുന്ന സൗണ്ട് ഉണ്ടാവും, ലൈറ്റ് ഹമ്മിങ് നോയ്സൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ നമ്മളെപ്പോലെ കുറേ പേര് താല്പര്യപ്പെടും. സോ വൈ ഡോണ്ട് വി ഡു ഇറ്റ്? അങ്ങനെ തുടങ്ങിയൊരു പ്ലാനാണ്. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് ടേക്കൺ എ വൈൽ. ഇറ്റ്സ് ടേക്കൺ എസ് അബൌട്ട് 1.5 years now. അന്നത്തെ പ്ലാൻ തുടങ്ങിയ മുതൽ ഈ ഇപ്പോഴത്തെ ഒരു മിനിമൽ ലെവലിൽ എത്തിക്കാൻ. And another ideology behind this is to create awareness among youngsters and people like us to understand farming and create those bonds and connects. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ not knowing where your food is coming from and not knowing how food is grown, there's a lot of disconnect there. സോ വെൻ ഫാമിൽ വരുമ്പോൾ എങ്ങനെയാണ് ചീര കൃഷി, ചീരയുടെ വിത്ത് എന്താ പറയുക, തണ്ടാണോ ഇലയാണോ കഴിക്കുന്നതെന്ന് വരെ അറിയാൻ പറ്റും. പല യങ്സ്റ്റേഴ്സുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് നോൺ. സോ ആ കണക്ട് വിത്ത് ഫുഡിന് വേണ്ടിയുള്ള ഒരു സെൻറ്ററും കൂടെ ആക്കാനാണ് ഒരു ബ്രോഡ് പ്ലാൻ. അറ്റ് ദ സെയിം ടൈം പീപ്പിൾ ക്യാൻ കം ഡൗൺ ഹിയർ, വർക്ക്. വി ആർ സെറ്റിംഗ് അപ്പ് എ കഫേ നൗ വേർ നമ്മുടെ
സ്വന്തം താറാവ് ഇടുന്ന താറാവ് മുട്ടുകൊണ്ടുള്ള ഓംലെറ്റ് ഇന്ന് കഴിച്ചത്. യെസ്, സൂപ്പർ ഓംലെറ്റ് ഉണ്ടാക്കി തന്നു. ഇജാസ് കോഫി. അപ്പോൾ ഒരു കഫേ ഉണ്ട്, അതിൽ നിന്ന് നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി താറാവ് നടക്കുന്നൊരു പാടത്തേക്കാണ്. പിന്നെ കോവർക്കിംഗ് സ്പേസ് ഇതിനകത്ത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ്, ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റ്സ്, നല്ല ലൈറ്റിങ്, പിന്നെ AC ഇല്ല, കംപ്ലീറ്റ്ലി നല്ല തണുത്തൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ഷെയ്ഡി ഏരിയയിലാണ് ഇത് കൺസ്ട്രക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ചൂടൊട്ടുമില്ല. പിന്നെ വിൻഡോസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫാംസും ഈ പറഞ്ഞ ട്രാക്ടേഴ്സും ചെടികൾ കാഴ്ചവെക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ആംബിയൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണിത്. ഇതിനോടൊപ്പം തന്നെ ഇജാസ് ഫാമിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ട്രെയിനിങ് ക്ലാസ്സസ്, ആർട്ട്, ഫാം ബേസ്ഡ്, പ്ലാന്റ് ബേസ്ഡ് ആർട്ട്, അതായത് ആൻതോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫിക് രീതിയുണ്ട്. അതായത് ഫോട്ടോഗ്രാഫിയുടെ എസെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പോഷേഴ്സാണ്. അപ്പോൾ ആൻതോ ടൈപ്പിങ്ങിലെ കീ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളാണ് നമ്മുടെ ഡൈ. ഓക്കെ, സോ പാലക്ക് ഫോർ എക്സാമ്പിൾ, ചീരയുടെ സത്ത് ഫോട്ടോ സെൻസിറ്റീവാണ്. അത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലോങ് സോളർ എക്സ്പോഷേഴ്സ് 5 hours 10 hours വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് അങ്ങനത്തെ വർക്ക്ഷോപ്സ് കണ്ടക്ട്, ബേസിക്കലി പ്ലാന്റ് ലൈഫ്, നാച്ചുറൽ സയൻസ് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുക. നോ നോയ്സ്, വെരി റിലാക്സ്ഡ്, കാം ലൊക്കേഷനിൽ ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലോർ നേച്ചർ. ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട്, നമുക്കൊരു പട്ടിക്കുട്ടനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബേർഡ്സ് ഉണ്ട്, പുലർച്ചെ വരുവാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാടം തന്നെ ഉണ്ട്, അവിടെ മൈഗ്രേറ്ററി ബേർഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഇപ്പം ഗൂഗിൾ ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അണ്ടൂർക്കോണം ബേർഡ് സാങ്ച്വറി എന്നാണ് അതിൻ്റെ നിക് നെയിം. സോ അതൊക്കെ വളരെ ക്ലോസ് ബൈ, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു ചെറിയ ട്രെക്ക് പാത്ത് വഴി പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. സോ അങ്ങനത്തെ നാച്ചുറൽ ലൈഫിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബ്രോഡ് പ്ലാൻ. ക്രിയേറ്റ് ദറ്റ് ഈക്കോ സിസ്റ്റം, ബിൽഡ് സെൻസിബിൾ ലൈഫ്സ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ വന്നതാണ്, അതിരാവിലെ വന്നു 6:30 ഞങ്ങൾ ഇവിടെ എത്തി. വന്ന സമയത്ത് തന്നെ എല്ലാ ചെടികളിലും മഞ്ഞത്തുള്ളിയൊക്കെ പിടിച്ചിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇഷ്ടംപോലെ പക്ഷികളും സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റിയ നല്ലൊരു പ്ലസൻറ്റ് ആംബിയൻസ് ആയിരുന്നു. ജസ്റ്റ് ഇവിടെ വർക്ക്ഷോപ്പൊക്കെ നടത്താറുണ്ടല്ലോ മെയിൻലി ഫാമിങ്ങിനെ പറ്റിയുള്ള? ചെറിയ രീതിയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഓൺ എ നീഡ് ടു ബേസിസ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കാണാനും പഠിക്കാനൊക്കെ ആയിട്ട്. മോസ്റ്റ്ലി ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് അത് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലേക്കുള്ള ഒരു എൻട്രി പോലെ. എങ്ങനെയാണ്, ഹൗ ഡു യു സ്റ്റാർട്ട് ലാൻഡ് ബേസ്ഡ് കൾട്ടിവേഷനിൽ, വാട്ട് ആർ ദ പിറ്റ്ഫോൾസ്, നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ. കാരണം പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സർമൗണ്ട് ചെയ്ത് നമുക്ക് പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഷോർട്ട് സെഷൻസ് വിത്ത് ഫാം വിസിറ്റ്സ്. കാരണം വിഷ്വലി കാണാൻ പറ്റും ഹൗ പ്ലാന്റ്സ് ആർ ഗ്രോൺ എക്സെട്ര. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇജാസിനെ പരിചയപ്പെട്ടു, ഇജാസിൻ്റെ വിശേഷങ്ങൾ കേട്ടു, ഇജാസ് ഫാം ചെയ്യുന്ന രീതികൾ മനസ്സിലായി, എന്തൊക്കെ ചെയ്തേക്കുന്നത് എങ്ങനെ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ സന്തോഷം, എൻ്റെ കൂടെ വൈഫ് കാർത്തിയുണ്ട്, പിന്നെ ഇജാസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് മുന്നേ നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. ഒരു റെസ്ക്യൂ ചെയ്ത ഡോഗാണ് റാംബോ. അവൻ നല്ല വീക്കായിരുന്ന സമയത്ത് ഇജാസിനെ കിട്ടിയതാണ്. അത്യാവശ്യം നല്ല കെയർ കൊടുത്തപ്പോൾ ഒരാൾ സൂപ്പർ കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്, ആളെയും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.